യുവർക്ക് എത്രയും വേഗം നാട്ടിലെത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഗംഗ്ചോരി ആകട്ടെ അവിടെ തന്നെ നിൽക്കുവാനായിട്ടായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഗംഗ്ചോരി വീണ്ടും വീണ്ടും ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും യുവറുടെ കയ്യിൽ അതിനുമാത്രമുള്ള പണം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാനായിട്ട് അവൾ ശ്രമിക്കുന്നു. പക്ഷെ ഗംഗ്ചോരി അപ്പോൾ ഒരു മഴയൊക്കെ അവിടെ വരുത്തുകയാണ്. അങ്ങനെയിരിക്കെ അവൾ വീണ്ടും നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഓടിക്കേറിയതിനു ശേഷം ഇത് ചെറിയൊരു മഴയല്ലേ, അപ്പോൾ മഴ കുറയുമ്പോഴത്തേക്കും നമുക്ക് പോകാമെന്ന് പറയുന്നു. അതേസമയം അവനാകട്ടെ ആ ഒരു മഴയുടെ ശക്തിയും കൂട്ടുന്നു. യൂറി ചെറുതായിട്ടൊന്ന് മയങ്ങി വീഴുന്ന സമയത്ത് യൂറിനെ തന്നെ ആയിരുന്നു ഗംഗ്ചോരി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഗംഗ്ചോരിക്ക് തന്റെ അടുത്ത് ഒരു അഫെക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നു. അവളും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഞാനുള്ളത് യൂൺകാപ്പിന്റെ ബോഡിയിൽ ആയതുകൊണ്ട് തന്നെ നിനക്ക് യൂൺകാപ്പിന്റെ അടുത്തുള്ള ഇഷ്ടമൊക്കെയാണ് എന്റെ അടുത്ത് കാണിക്കുന്നതെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് യൂൺകാപ്പിന്റെ ബോഡിയിലാണല്ലോ. യൂൺകാപ്പ് ഒരു മനുഷ്യനാണല്ലോ. അങ്ങനെ ഇരിക്കെ എനിക്കും നിന്റെ അടുത്ത് ഒരു അഫെക്ഷനൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെന്റെ കുറ്റമല്ല. ഞാനിപ്പോൾ ഉള്ള യൂൺകാപ്പിന്റെ ബോഡിയുടെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനും സംസാരിക്കുന്നു. നമുക്ക് മഴ കുറച്ചുകൂടി കുറഞ്ഞിട്ട് പോകാമെന്ന രീതിക്ക് ഗംഗ്ചോരി പറയുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിലും നീ ഒരു ഇമോഗിയല്ലേ, അങ്ങനെ ഇരിക്കെ നിനക്ക് ഈ മഴയുടെ ശക്തിയൊക്കെ ഒന്ന് കുറച്ചുകൂടെ എന്ന് അവളും ചോദിക്കുന്നു. ഞാനൊരു ഇമോഗി ആണെങ്കിൽ പോലും എനിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്കാണ് ഗംഗ്ചോരിയും സംസാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഗംഗ്ചോരി തന്നെയാണ് ആ ഒരു മഴ പോലും അവിടെ ഉണ്ടാക്കിയതെന്ന കാര്യം അവൾക്കും അറിയുകയില്ല. ഇനി ജയിലിൽ കാണിക്കുമ്പോഴത്തേക്കും ജയിലിലുണ്ടായിരുന്ന ആർക്കും വെള്ളം പോലും കൊടുക്കാതെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ കണ്ണ് കാണാത്ത വേറെ ഫോർച്യൂൺ ടെല്ലേഴ്സ് ഈ ഒരു മന്ത്രവാദിയുടെ അടുത്ത് അയാളെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നു. അതായത് മന്ത്രവാദി ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവരെ പോലും പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുള്ളതെന്ന രീതിക്കാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും അധികം കാലം ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരികയില്ല എന്നും വലിയ വലിയ ആൾക്കാരെ കുറിച്ചുള്ള പല കാര്യങ്ങളും തനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരായിട്ട് തന്നെ നമ്മളെ രക്ഷിക്കുമെന്നുള്ള രീതിക്കാണ് അയാളും മറുപടി കൊടുക്കുന്നത്. കൊട്ടാരത്തിലും ഇപ്പോൾ ഓരോരോ ചർച്ചകളൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ കണ്ണ് കാണാത്ത ഒരു മന്ത്രവാദിയെ വെച്ചിട്ട് രാജ്ഞി രാജാവിന്റെ വൈഫിനെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കൂടാതെ രാജ്ഞി അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും രാജാവിന്റെ അടുത്തുള്ള ആൾക്കാരുടെ വിശ്വാസം പോലും അത് ഇല്ലാതാക്കുന്നതായിരിക്കുമെന്ന രീതിക്കാണ് അവരും സംസാരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ മന്ത്രവാദിയും കൂടെയുള്ള ആൾക്കാരും പറഞ്ഞയക്കണമെന്ന രീതിക്ക് അവരും സംസാരിക്കുന്നു. എല്ലാ ഫോർച്യൂൺ ടെല്ലേഴ്സിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്നും യൂറി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു യാപ്പറിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്ന കാര്യം രാജാവും ഇപ്പോൾ യൂറിനെ അറിയിക്കുകയാണ്. മാത്രമല്ല, യൂറിയുടെ മുത്തശ്ശിനെ കുറിച്ച് കൂടുതലായിട്ട് രാജാവ് ചോദിക്കുമ്പോഴത്തേക്കും വാട്ടർ റാബിറ്റിന്റെ ഇയറിലാണ് മുത്തശ്ശി മരിച്ചു പോയിട്ടുണ്ടായിരുന്നെന്ന് യൂറിയും പറയുന്നു. കൂടാതെ ഒരു മന്ത്രവാദമൊക്കെ ചെയ്തതിനിടയ്ക്ക് കടലിൽ വീണാണ് മുത്തശ്ശി മരിച്ചതെന്ന രീതിക്ക് അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം തന്നെ കങ്ചോരി തന്റെ മുത്തശ്ശിനെ കൊന്നു എന്ന രീതിക്ക് തന്നെയായിരുന്നു. എങ്കിൽ പോലും അതൊരു ആക്സിഡന്റ് ആണെന്ന് മാത്രമാണ് രാജാവിന്റെ അടുത്തും അവൾ പറയുന്നത്. പിന്നീട് യൂറിയും രാജാവിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തന്റെ മുത്തശ്ശിനെ കൊന്നയാളെയാണ് താനിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഗംഗ്ചോരിയുടെ അടുത്തും അവൾ മിണ്ടാതെയൊക്കെ നടക്കുന്നു. അത് കണ്ട് ഗംഗ്ചോരിയും എന്താണ് കാര്യം എന്നൊക്കെ അവളുടെ പിറകെ നടന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അതിലൊന്നും തന്നെ നീ ഇടപെടേണ്ട കാര്യമില്ല. നിന്നെ ദൈവമായി കണ്ട് ആരാധിക്കാമെന്ന് ഞാൻ നിനക്ക് വാക്ക് നൽകിയതാണ്. ആ ഒരു വാക്ക് ഞാൻ പാലിക്കുന്നതായിരിക്കും. അതല്ലാതെ മറ്റെന്ത് കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നാലും നീ അതിലൊന്നും തന്നെ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് യൂറിയും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. കണ്ണ് കാണാത്ത ആൾക്കാർക്കെതിരായിട്ട് ഒരു തെളിവ് പോലും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കൂടുതൽ നാള് ജയിലിടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്ക് രാജാവിന്റെ മുത്തശ്ശൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രാജാവിനും മറ്റു മാർഗങ്ങളില്ലാതെ അവരെ റിലീസ് ചെയ്യേണ്ട വരികയാണ്. എങ്കിൽ പോലും ആ ഒരു യാപ്പർ ആരാണെന്ന് കണ്ടെത്തണമെന്ന രീതിക്ക് രാജാവും കൂടെയുള്ള ആൾക്കാരുടെ അടുത്തായിട്ടും അറിയിക്കുന്നു. വീട്ടിലെത്തിയതിനു ശേഷം കങ്ചോരിയും ഒരു ടവലൊക്കെ യൂറിയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ടവൽ പോലും എടുത്തു കൊടുക്കുവാനായിട്ട് യൂറി തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നീട് യൂറിയും മുത്തശ്ശിയുടെ മരണത്തിന് കാരണമായ ഒരാളുടെ അടുത്താണ് ഞാൻ ഇത്രയും നാളും ചിരിച്ചു കളിച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നും ഇപ്പോൾ മാത്രമാണ് താൻ ആ സത്യമൊക്കെ മനസ്സിലാക്കിയതെന്നും അതുകൊണ്ട് ഇനി ഒരിക്കലും പഴയതുപോലെ ഉണ്ടാവുകയില്ല എന്നുമുള്ള രീതിക്കാണ് അവളും പറയുന്നത്. അങ്ങനെ ഇരിക്കെ അതേ റൂമിൽ തന്നെയായിരുന്നു കുട്ടിപ്രേതവും ഉണ്ടായിരുന്നത്. കുട്ടിപ്രേതത്തിന് ചെരുപ്പൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് യൂറി വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോഴും അവളെ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നതെന്നുള്ള രീതിക്കാണ് പ്രേതവും പറയുന്നത്. അതൊന്നും കൂടാതെ യൂറിയുടെ മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ്, അതായത് 13 വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശിയും 8 അടി പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ട് കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന രീതിക്കുള്ള കാര്യം കൂടി പ്രേതവും പറയുന്നു. അതുകൂടാതെ അന്ന് 8 അടി പ്രേതത്തെ തളയ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പ്രേതം തിരിച്ചെത്തിയ സമയത്ത് മുത്തശ്ശിയുടെ അടുത്ത് പ്രതികാരം തീർക്കുവാനായിട്ട് എത്തിയെന്ന കാര്യം എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണെന്നും അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും യൂറിയും ഗംഗ്ചോരിനെ അന്വേഷിച്ച് അവിടെ നിന്നും പോവുകയാണ്.
യൂറി ഈ അടുത്തായിട്ട് എന്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്താണ് കാരണമെന്ന് എനിക്കറിയുകയില്ല എന്നൊക്കെ ഗംഗോത്രി ബിബിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും, എന്തിനാണ് യൂറിയുടെ മുത്തശ്ശിനെ കൊന്നത് നീയാണെന്നുള്ള കള്ളം അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും നീ അങ്ങനൊരു കള്ളം അവളോട് പറയുവാനായിട്ട് പാടില്ലായിരുന്നു എന്നാണ് ബിബി പോലും അവന്റെ അടുത്ത് പറയുന്നത്. ഇയൂറിയും ഇപ്പോൾ ഗംഗ്ചോരിനെ കാണാത്തത് കൊണ്ട് തന്നെ രാജാവിനെ കാണുവാനായിട്ട് നേരിട്ട് രാജാവിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഈ ഒരു എട്ടടി പ്രേതം ഇപ്പോഴല്ലേ വന്നത്? എത്ര കാലം മുമ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ആ ഒരു സമയത്ത് എന്റെ മുത്തശ്ശി ആയിരുന്നു പ്രേതത്തെ തളയ്ക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവളും രാജാവിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. ആ പ്രേതം നേരത്തെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛന്റെ ശരീരത്തിലായിരുന്നു. ആ പ്രേതം കാരണമാണ് എന്റെ അച്ഛൻ പോലും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്ന് രാജാവ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, അങ്ങനെയാണെങ്കിൽ ആ പ്രേതം തിരിച്ചെത്തിയ സമയത്തായിരിക്കും എന്റെ മുത്തശ്ശിനെ കൊന്നിട്ടുണ്ടാവുക. കങ്ചോരി ആയിരിക്കുകയില്ല എന്റെ മുത്തശ്ശിനെ കൊന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവള് മനസ്സിലാക്കുകയാണ്. കണ്ണു കാണാത്ത മന്ത്രവാദി തിരിച്ച് താമസ സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ രാജാവിന്റെ മുത്തശ്ശനുണ്ടായിരുന്നു. അതായത് രാജാവിന്റെ മുത്തശ്ശനായിരുന്നു യഥാർത്ഥത്തിൽ ഇയാളെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറഞ്ഞയച്ചതെല്ലാം തന്നെ അയാൾ തന്നെ ആയിരുന്നു. ഈ ഒരു സമയത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിക്കും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എന്നും പറഞ്ഞിട്ട് കണ്ണ് കാണാത്ത മന്ത്രവാദിനെ ഒരുപാട് തല്ലുകയാണ് അയാളുടെ ആൾക്കാരും. കൂടാതെ എട്ടടി പ്രേതത്തെ ആരാധിക്കുന്നത് തീയൊക്കെ വെച്ചിട്ടാണല്ലോ. ആ ഒരു തീ അയാൾ കെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യവും ചെയ്തു തരുവാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നും, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു മന്ത്രവാദിനിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മന്ത്രവാദിനിയുടെ കൊച്ചുമോളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള യൂറി എന്നുമുള്ള കാര്യമെല്ലാം തന്നെ അയാളെയും കണ്ണ് കാണാത്ത മന്ത്രവാദി അറിയിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ യൂറിയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പ്ലാൻ ഒന്നും തന്നെ നടക്കാതെ പോയത്. എല്ലാത്തിനും കാരണം അവൾ മാത്രമാണ്. ഇതിനു മുമ്പ് എട്ടടി പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ മുത്തശ്ശിയാണെന്നും കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന തീ കൂടുതലായിട്ട് ആളിക്കത്തുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായിട്ട് അടുത്ത സീൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ രാജാവ് കുട്ടിയായിരിക്കുന്ന സമയത്ത് രാജാവിന്റെ മുത്തശ്ശൻ കണ്ണു കാണാത്ത മന്ത്രവാദിയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിക്കുള്ള മന്ത്രവാദവും മറ്റുമായിരുന്നു അയാൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാൾ പിടിക്കപ്പെട്ടപ്പോഴത്തേക്കും ഇതുപോലെയുള്ള പണിഷ്മെന്റ് ഒക്കെ അയാൾക്ക് കിട്ടിയതും. പക്ഷെ നമ്മുടെ രാജാവിന് അയാളെ അങ്ങനെ ഉപദ്രവിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് മുത്തശ്ശനും രാജാവിനെ പറഞ്ഞയക്കുന്നു. എങ്കിൽ പോലും രാജാവിന്റെ പിന്നാലെ എട്ടടി പ്രേതം പിന്തുടർന്നു പോകുന്ന കാഴ്ച കണ്ണ് കാണാത്ത മന്ത്രവാദി കാണിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇവിടെ ഒരു പ്രേതമുണ്ടെന്നുള്ള സത്യമെല്ലാം തന്നെ അയാൾ തന്നെ ആയിരുന്നു മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. നിങ്ങൾ ഇപ്പോൾ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാനും നിങ്ങൾ പറയുന്നത് പോലെ ആ ഒരു പ്രേതത്തെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരുന്നു അന്ന് മന്ത്രവാദിയെ കൊല്ലാതെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രസന്റ് ഒക്കെ കാണിക്കുന്ന സമയത്താകട്ടെ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് യൂറി ആയിരുന്നു. കൂടാതെ യൂറിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ഇത് ഇമോഗ് യൂറിയുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ണു കാണാത്ത മന്ത്രവാദി രാജാവിന്റെ മുത്തശ്ശനെ അറിയിക്കുകയാണ്. ഇതൊന്നും കൂടാതെ പണ്ട് രാജാവിന്റെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടായിരുന്നു എട്ടടി പ്രേതത്തെ കൊണ്ട് യൂറിയുടെ മുത്തശ്ശനെ കൊല്ലിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം കൂടി ഇപ്പോൾ അയാളും ഓർത്തെടുത്ത് പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.